അടിയന്തര ചികിത്സ അതിവേഗം അതിസൂക്ഷ്മം. ഏത് അപകടങ്ങളിലും അത്യാഹിതങ്ങളിലും ക്രിട്ടിക്കൽ കെയർ ട്രോമ കെയർ വിദഗ്ധരുടെ മുഴുവൻ സമയ പരിചരണം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മദീന ബോർഡേഴ്സ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. 7510616130 8113839838. Alive Event Management and Catering Service. ഉള്ളിവട, കട്ട്ലേറ്റ്, മുളകുബജ്ജി, മുട്ടമാല, മുട്ടപ്പത്തിരി, മുട്ടസുർക്ക, പത്തിരി, നൂലപ്പം, പാലപ്പം, പൊറോട്ട, ചപ്പാത്തി തുടങ്ങി തരിക്കഞ്ഞി, ജീരകക്കഞ്ഞി, വിവിധ തരം ജ്യൂസുകൾ, സൂപ്പുകൾ, ലൈവ് സ്പെഷ്യൽ നെയ്ച്ചോർ പുട്ട്, ദം ബിരിയാണികൾ, മന്തി, മദ്ഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. ലൈവ് ഈവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ്. ഹെഡ് ഓഫീസ് കാലിക്കറ്റ്, മെയിൻ ബ്രാഞ്ച് വണ്ടൂർ. വയനാട്ടിൽ വിജയമുറപ്പെന്ന് ആനി രാജ. ജനങ്ങളുടെ ആവേശമാണ് തന്റെ ആവേശമെന്ന് വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജ. നിലമ്പൂർ വീട്ടിക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിൽ 143, 144, 146 ബൂത്തുകൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. മുണ്ടെടുത്ത് വന്നിടുന്നില്ല. ഓട്ടമാരില്ലേ? ആദ്യ ദിവസം എന്തായിരുന്നു എന്റെ പ്രതീക്ഷ എന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് ജനങ്ങളുടേത്. ഞാൻ ആദ്യ ദിവസം മുതൽ തന്നെ പറയുന്ന കാര്യമാണ്. അത് ഓരോ ദിവസം കഴിയും തോറും അവരുടെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ വളരെയധികം 10 മടങ്ങ് നല്ല 100 മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് ആണ് ആളുകൾ അവസാന ദിവസ പ്രചാരണത്തിന്റെ അവസാന നിമിഷം വരെയും നമ്മളെ സ്വീകരിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ന് വോട്ടിങ്ങിൽ ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ എനിക്കുള്ളത്. ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ മത്സരിച്ചത് ജയിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. എന്റെ ആവേശം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ ആവേശമാണ്. ജനങ്ങൾ വലിയ 2 കൈ നീട്ടിയാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. ആ ആവേശമാണ് എനിക്ക് എന്റെ ഊർജം. അതുകൊണ്ട് എനിക്കും ആവേശം, ജനങ്ങൾ എന്നിൽ ആവേശം നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആവേശം, ഈ മണ്ഡലത്തിലെ അല്ലാത്തുള്ള മറ്റ് ബഹുജനങ്ങളുടെ സാധാരണക്കാരുടെ ആവേശം, അതൊക്കെയാണ് എന്റെ ആവേശം. ഇടതുപക്ഷം ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്, അതായത് 2 സെറ്റ് ഇഷ്യൂസ് ആണ്. ഒന്ന് ഈ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, രണ്ടാമത്തത് ഈ രാജ്യത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്തെ സംഘപരിവാർ ഫാസിസം അതിനെ പരാജയപ്പെടുത്തേണ്ടതിന്റെ രാഷ്ട്രീയം പറഞ്ഞു. ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ, കിറ്റിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. കിറ്റിന്റെ ആവശ്യം ഇവിടെ മാന്യമായിട്ടുള്ള വോട്ട് കിട്ടിയാലെന്ന് ഭയക്കുന്നവർക്കും അത് ഈ ജനാധിപത്യ പ്രക്രിയയോട് ബഹുമാനമില്ലാത്തവരുമാണ് അത്തരത്തിലുള്ള കിറ്റൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അത് വടക്കേന്ത്യയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലേക്ക് അത് കൊണ്ടുവന്നുകൊണ്ട് അത് അത്തരം ഒന്ന് ചെയ്യാമെന്നുള്ള അങ്ങനെ ചെയ്താൽ വടക്കേന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടിയതുപോലെ അല്പം നേട്ടമുണ്ടാകുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇതൊക്കെ നടത്തുന്നത്. അതിന്റെ ആവശ്യം എന്തായാലും ഇടതുപക്ഷത്തിനല്ല. ഇടതുപക്ഷം അതിനെ ശക്തമായി അപലപിക്കുകയാണ്. അത് ഈ കിറ്റ് വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുക എന്നുള്ളത്.
2 ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനെയും വയലേറ്റ് ചെയ്യും. ജനങ്ങളിൽ വിശ്വാസമില്ലാത്തവരാണ് കിറ്റുകൾ നൽകി വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. ജനങ്ങളിലാണ് ഇടതുപക്ഷത്തിന്റെ വിജയമെന്നും അവർ പറഞ്ഞു. PV അൻവർ MLAയും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.